ജയ് ശ്രീകൃഷ്ണ. ഗുരുവായൂരമ്പലത്തിനുള്ളിൽ നിൽക്കുന്ന മഞ്ജുള ആലിൻ്റെ കഥ നിങ്ങൾക്കറിയോ? കുറേ കാലങ്ങൾക്ക് മുമ്പ് മഞ്ജുള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ ഒരു കൃഷ്ണഭക്തയായിരുന്നു. ഗുരുവായൂർ തന്നെയായിരുന്നു വീട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് പൂ കൊണ്ട് ഭജനമൊക്കെ ചൊല്ലി മാല കെട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം മഞ്ജുളയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മഞ്ജുള എപ്പോഴും ഗുരുവായൂർ പോകുന്ന വഴിക്ക് ഒരു കൂട്ടം ആൺകുട്ടികൾ, അതിലെ നേതാവായി കാണുന്ന ഒരു ഓടക്കുഴൽ പിടിച്ച ഒരു കറുത്ത ബാലനുമുണ്ട്. ഇവർ മഞ്ജുളയെ ശല്യം ചെയ്യും. മഞ്ജുള അതൊന്നും തന്നെ കാര്യമാക്കാതെ നടന്നു പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഞ്ജുള പതിവ് പോലെ മാല കെട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഓടക്കുഴലൂതി ആ ഒരു പയ്യൻ മഞ്ജുളയെ പിന്തുടർന്നു. അങ്ങനെ മഞ്ജുള വേഗത്തിൽ നടന്നു. അമ്പലത്തിൽ നടയടയ്ക്കാറായിരുന്നു. ചെന്നപ്പോഴത്തേക്ക് നടയടച്ചു. മഞ്ജുളയെ ആ ആലിൻ്റെ മുമ്പിൽ ആ ഒരു ചെറുക്കൻ്റെ കൂടെ കണ്ടപ്പോൾ അവർ മഞ്ജുളയെ പറ്റി മോശമായി പറയാൻ തുടങ്ങി. മഞ്ജുള പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടുകൊണ്ട് വന്ന ഒരു വൃദ്ധനായ മുത്തശ്ശൻ, കുട്ടി നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മഞ്ജുളയെ ആശ്വസിപ്പിച്ചിട്ട് മഞ്ജുള ആലിൻ്റെ എടുത്ത് ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ പൂമാല ചാർത്തിക്കോളൂ, ഭഗവാൻ അത് സ്വീകരിക്കും എന്ന് പറഞ്ഞു. മഞ്ജുള അത് കേട്ട് പൂമാല ചാർത്തി. അത് ഭഗവാൻ തൻ്റെ കഴുത്തിലണിഞ്ഞു. രാവിലെ വൃത്തിയാക്കാൻ വന്നവർ മാല അഴിക്കാൻ നോക്കിയപ്പോൾ ഒരു വ്യത്യസ്തമായ മാല കിടക്കുന്നു. പക്ഷെ അത് അഴിഞ്ഞു വരുന്നില്ല. അങ്ങനെ അത് മഞ്ജുളയുടെ മാലയാണെന്ന് മനസ്സിലാക്കിയ അവർ മഞ്ജുളയോട് ആ മാല തിരിച്ചു തരാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. അങ്ങനെ മഞ്ജുള ആവശ്യപ്പെട്ടു. ഗുരുവായൂരപ്പനാവട്ടെ ആ മാല അഴിക്കാൻ തയ്യാറായില്ല. മഞ്ജുള വന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് തൻ്റെ കഴുത്തിൽ നിന്ന് താഴെ മാല വീഴുന്നത്. ഇതാണ് മഞ്ജുള ആലിൻ്റെ ഐതിഹ്യം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.